ഭഗവത്ഗീതയുടെ മൂല്യങ്ങളും ആത്മീയതയും ഭക്തർക്കായി പകർന്ന അഖില ഭാരത ഭാഗവത മഹാസത്രം ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് 42ാമത് മഹാസത്രം പുരോഗമിക്കുന്നത്. ഏപ്രിൽ 3 മുതൽ 14 വരെയാണ് ഭാഗവത മഹാസത്രം നടക്കുന്നത്. ഈ ഒരു കാഴ്ച കൂടി കണ്ടുകൊണ്ട് ഉദയമലയാളം ഇവിടെ പൂർത്തിയാകുകയാണ്. ശേഷം ഗ്രൗണ്ട് സീറോ കാണാം. നമസ്കാരം. പതിനാറായിരത്തെട്ട് ഗോപികമാരുടെ മഹാസംഗമത്തോടെ ആരംഭിച്ച മഹാസത്രവേദിയിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. സത്രവേദിയിലെ പ്രഭാഷണങ്ങളും പാരണീയങ്ങളും ഐതിഹ്യങ്ങളിലൂടെ മാനവരാശിയുടെ സനാതനധർമ്മത്തെ ബോധ്യപ്പെടുത്തുകയാണ്. തപസ് കൊണ്ട് മാത്രമേ ഈശ്വരനെ കണ്ടുകിട്ടാൻ സാധിക്കുള്ളൂ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാരായണ അവതാരം. ഭഗവത്ഗീതയിലെ 15ാം അധ്യായത്തിന്റെ മാതൃകയിലാണ് സത്രവേദി ഒരുക്കിയിരിക്കുന്നത്. ദിവസവും രാവിലെ 7 മണി മുതൽ ഭാഗവത പാരായണീയവും പ്രഭാഷണങ്ങളും ആരംഭിക്കും. ഗുരുവായൂർ മഹാസത്ര സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രഭാഷണങ്ങൾ നടക്കുന്നത്. ടൂറിൽ അധികം ഭാഗവത ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠരും സത്രത്തിന്റെ ഭാഗമാകും. രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന ഈ സത്രത്തിലെ ആധ്യാത്മിക ചടങ്ങുകൾ വിവിധ പ്രഭാഷണങ്ങളിലൂടെ തുടർന്നു പോയി രാത്രി 9 മണി വരെ നടക്കുകയാണ്. ഒരു ദിവസം 8 മുതൽ 10 വരെയുള്ള പ്രഭാഷണങ്ങൾ സന്യാസ ശ്രേഷ്ഠന്മാരും സമുദായ ആചാര്യന്മാരും ഓരോ വിഷയത്തിലെയും നിപുണന്മാരും നമ്മളെ ബോധ്യവൽക്കരിക്കുകയാണ്. 20,000 പേർക്കിരിക്കാവുന്ന വിശാലമായ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രഭാഷണങ്ങൾ കേൾക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ വേദിയിലേക്ക് എത്തുന്നുണ്ട്. എനിക്ക് മനസ്സിന് നല്ല സമാധാനമുണ്ട്. ഈ 2 ദിവസം ഞങ്ങൾ 3 ദിവസമായി ഇവിടെ വരാൻ തുടങ്ങി. അതിൻ്റെ നമുക്ക് മനസ്സിന് അത്രയും സമയം നമുക്ക് നല്ല സമാധാനം, വീട്ടിൽ ചെന്നിട്ട് ഒരു ഏകാന്തതയൊക്കെ ഉണ്ട് മക്കൾ. പിന്നെ മനപ്രയാസങ്ങൾ ഉള്ളവർക്ക് ഇതൊക്കെ കുറേ നേരത്തേക്ക് മാറ്റി കളയും. നല്ല എന്തെന്നാണ് നല്ല രീതിയിൽ ഈ 3 ദിവസവും നടന്നു. 5000-ഓളം പേർക്ക് ദിവസവും 4 നേരവും ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. വഴിപാടായും നേർച്ചയായും ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ ഒരു സംരംഭത്തിൻ്റെ പൂർണ്ണ വിജയമെന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ്. ഒരു ദിവസത്തെ പൂർണ്ണമായ അന്നദാനത്തിന് നമ്മൾ 5 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. അത് ഒരു നേരത്തെ ഉച്ചത്തെ മാത്രം അന്നദാനത്തിന് 3 ലക്ഷം രൂപയും, രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് 50,000-വും, വൈകുന്നേരത്തെ സ്നാക്സ് ചായ ഇവയ്ക്ക് 25,000 രൂപയും, രാത്രി ഭക്ഷണത്തിന് 1,4 ലക്ഷം രൂപയും, ഇങ്ങനെയാണ് അന്നദാനം കണക്കാക്കിയിരിക്കുന്നത്. പ്രഭാഷണങ്ങൾക്ക് പുറമെ കലാപരിപാടികളും സത്രവേദിയിൽ ദിവസവും അരങ്ങേറുന്നുണ്ട്. ഏപ്രിൽ 14-ാം തീയതി വൈകിട്ട് സത്ര സമാപന സഭയും യജ്ഞപ്രസാദ വിതരണവും നടക്കും. ന്യൂസ് മലയാളം, ആലപ്പുഴ.